നല്ല കാലാവസ്ഥയിലാണ് ഞാൻ ഈ പാറയുടെ മണ്ടയിൽ വന്ന് നിൽക്കണത്. പാറയുടെ പ്രത്യേകത എന്ന് പറയുമ്പം ബാക്ക് സൈഡിലിതോ അങ്ങോട്ട് ബാക്ക് സൈഡിൽ കോവളം ബീച്ചാണ്. ഇവിടെ ഒരു അമ്പലവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ശംഖുമുഖം ബീച്ച് ആ സൈഡിലോ ഈ സൈഡിലോ എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ സംഭവം എന്ന് പറയുമ്പോൾ ആ കാണുന്ന ഒരു ഡിവിഷൻ എന്ന് പറയുമ്പം ഇത്രയും സ്ഥലം ബീച്ചും അല്ലെങ്കിൽ ആ ഒരു കടലും വെള്ള സംഭവം മുകളിലോട്ടാണ് ആകാശം. സ്പോട്ടിൻ്റെ പേരെന്ന് പറയുമ്പം കുന്നംപാറ എന്നാണ് സ്പോട്ടിൻ്റെ പേര്. അപ്പോൾ ഈ പാറയുടെ മണ്ടയിലായിട്ട് രണ്ട് സൈഡിലായിട്ട് ഏറ്റവും പാറയുടെ മുകളിലായിട്ട് രണ്ട് സൈഡിൽ കുളവും കാര്യങ്ങളും അങ്ങനെ എന്തൊക്കെയോ ഞാൻ ഇങ്ങനെ വ്ളോഗിലൊക്കെ നോക്കിയപ്പോൾ കണ്ടായിരുന്നു. അപ്പം എനിക്ക് തോന്നുന്നു ഒരെണ്ണം ഇതായിരിക്കും. ഒരു കുളം കണ്ട് അടുത്ത കുളം എവിടെയാണെന്ന് എനിക്കറിയാം. എങ്ങോട്ട് പോകണമെന്നൊരു പിടുത്തമില്ല. ഇവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചു നോക്കായിരുന്നു. പിന്നെ നമുക്ക് താഴോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇറങ്ങി നടക്കാം. ശ്രദ്ധിച്ച് കേട്ട് കഴിഞ്ഞാൽ മയിലിൻ്റെ സൗണ്ട് കേൾക്കാൻ വേണ്ടി പറ്റും. ഞാൻ വന്നപ്പോഴും കുറേ പ്രാവശ്യം മയിലിൻ്റെ സൗണ്ട് കേട്ടായിരുന്നു. ഇവിടെ ഇന്ന് കഴിഞ്ഞാൽ കറക്റ്റ് കാണാൻ പറ്റും കേട്ടോ. വേണ്ട ആ പാറയൊക്കെ ഇടിച്ചിട്ടിട്ട് വെള്ളം കെട്ടി കിടക്കുകയാണ്. ഇവിടെ അടുത്തുള്ള ആൾക്കാർക്ക് അറിയാവുന്ന സ്പോട്ടും അതുപോലെ തന്നെ അത്യാവശ്യം ആൾക്കാർക്ക് അറിഞ്ഞുകൂടാത്തൊരു സ്പോട്ടുമാണ് ഞാൻ ഇന്ന് കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും സ്പോട്ട് കൊള്ളാം. ഞാൻ എല്ലാ ദിവസവും സ്പോട്ടും തിരക്കി ഇറങ്ങി എത്തുമ്പം ഉച്ച സമയവും അതുകൊണ്ട് എവിടെ സൂര്യൻ അതാ പൊസിഷനിലാണ്. അതുകൊണ്ട് കുറച്ച് വെയിൽ കൊണ്ട് വേണം പോകാനെന്നേ ഉള്ളൂ. ഇന്ന് അതിൻ്റെ കൂടെ കുറച്ച് മഴയും കൂടെ ആയി. ഇപ്പോൾ കുറച്ചും കൂടെ നല്ല രീതിയിൽ അറിയാൻ വേണ്ടി പറ്റുന്നുണ്ട്. കാര്യം ഇങ്ങനെ ഇടയിലായിട്ട് വെള്ളത്തിൻ്റെ ഇടയിൽ ഗ്യാപ്പൊക്കെ കാണാൻ വേണ്ടി പറ്റും. ബോട്ടൊക്കെ നേരത്തെ പോയായിരുന്നു. മഴ ഇങ്ങനെ പൊടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം വലിയ കുഴപ്പമൊന്നുമില്ല, വലിയ ചൂടും ഇല്ല, എന്നാൽ വലിയ തണുപ്പും ഇല്ല, വലിയ കുഴപ്പമൊന്നും ഇല്ലാത്തൊരു അന്തരീക്ഷം. വൈകുന്നേരം ടൈമിൽ വരെയാണെങ്കിൽ സൺസെറ്റൊക്കെ നല്ലോണം ആസ്വദിച്ചതാ ഇതേ കണക്കിന് പാറയുടെ മണ്ടയിൽ ഇതാ ഇങ്ങനെ ഇരുന്നിട്ട് സൺസെറ്റൊക്കെ നല്ലോണം ആസ്വദിച്ച് കാണാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാര്യം ഫ്രണ്ടിലോട്ട് ബീച്ചും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അവിടെ എവിടെയെങ്കിലും ആയിരിക്കുമല്ലോ സൂര്യ അസ്തമിക്കണം. ഇതാണ് അമ്പലത്തിൻ്റെ ഫ്രണ്ട്. അതൊക്കെ ഇവിടെയും പാറയും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ അപ്പുറത്താണ് ഞാൻ നേരത്തെ നിന്ന് വ്ളോഗും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് നിന്നത്. കണ്ട മയിലിൻ്റെ സൗണ്ട് കേൾക്കാൻ പറ്റും. തറയിൽ പൂവൊക്കെ വീണ് കിടക്കുന്നുണ്ട്. ഒരു ഭയങ്കര രസമുണ്ട് കേസ് കാണാൻ. ഇവിടെ ഫുള്ള് സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു. ഒരു മയിലിനെ കാണാനുള്ള കഷ്ടപ്പാടിലാണ്. മുമ്പ് മുൾച്ചെടി ഉണ്ട് കേട്ടോ, ജസ്റ്റ് സുപ്പ് കുത്തിയാണ്. ഇതാ കണ്ട മുള്ളൊക്കെ ഉണ്ട്. അവിടെ ഫുള്ള് വൃത്തിയേടാക്കി ഇട്ടേക്കാണ്. ഇവിടെ ഒരു മാമനെ കണ്ടപ്പം ആ മാമൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ രാവിലെ തുറന്നിട്ട് കഴിഞ്ഞാൽ പിന്നെ കാട്ടിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും മയിൽ കാണുള്ളൂ. ഞാൻ അതുകൊണ്ട് കാട്ടിൻ്റെ ഇടയിൽ കയറിയിട്ടുണ്ട്. നമുക്കിങ്ങനെ പയ്യെ കാട്ടിൻ്റെ ഇടയിൽ കൂടെ നടന്നു നോക്കാം. എവിടെയെങ്കിലുമൊക്കെ വെച്ച് മയിലിനെ കാണും. ഇവിടെ വരെ വന്നിട്ട് മയിലിനെ കണ്ടില്ലെങ്കിൽ ശരിയാവില്ലല്ലോ. മയിലിൻ്റെ സൗണ്ടല്ലേ കേട്ടത്? കണ്ട്. അയ്യോ പോയി. അത് തന്നെ ഗൈസ്, നമ്മൾ മയിലിനെ കണ്ടു. കുറേ കാട്ടിനിടയിൽ കൂടെ കയറി വലിഞ്ഞേറി വന്നിട്ടാണ് ഒരു മയിലിനെ ഒന്ന് ചെറുതായിട്ട് കണ്ടത്. ഞാൻ കുറേ നേരമായിട്ട് സൗണ്ട് കേൾക്കുകയായിരുന്നു. ഇവിടെയാണ് നമ്മൾ നേരത്തെ കണ്ടത്. അങ്ങോട്ട് പോയി. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ഞാൻ നിന്ന സ്ഥലത്തൂടെ കറങ്ങിപ്പോയി. ഞാൻ ഇവിടെ നിന്ന് കറങ്ങി അങ്ങോട്ട് പോയപ്പോൾ മയിൽ ഇവിടെ വന്ന് നിന്ന്. ഞാൻ ഇവിടെ എത്തിയപ്പോൾ മയിൽ അവിടെ പോയി നിൽക്കണം. കുറേ നേരം എന്നെ ഇട്ട് ഇങ്ങനെ കളിപ്പിക്കുകയാണ്. ഫുള്ള് കാടാണെന്ന് അറിയാൻ പറ്റണമില്ല. കുറേ നേരമായിട്ട് ഇത് കാട്ടിൻ്റെ ഇടയിൽ കിടന്ന് കറങ്ങിയാണ്. ഇതുവരെ മയിലിനൊന്ന് ജസ്റ്റ് കണ്ടതല്ലാതെ നല്ല വൃത്തി കാണാൻ വേണ്ടി പറ്റിയില്ല. ഇടയ്ക്കിടയ്ക്ക് എവിടെ നിൽക്കുകയോ സൗണ്ടും ഉണ്ടാകും. എവിടെ തപ്പയ്യ മയിലിനെ? സൗണ്ട് കേട്ട്. അത് കാക്കിയായിരുന്നു. ഈ മയില് ഇപ്പൊ പിറകിന്ന് കേൾക്കണ്. ഈ മയില് ആളെ പറ്റിക്കാനായിട്ട് ഏതോ ക്രാഷ് കോഴ്സിനെ കണ്ട ചേർന്ന് നല്ലോണം പഠിച്ച മയിലാണ്. ഒരു സ്ഥലത്ത് എത്തുമ്പോൾ അവിടെ നിന്ന് മാറിയിട്ട് ഞാൻ നേരത്തെ എന്ന സ്ഥലത്ത് പോയി വിളിക്കണം. വൃത്തിയായിട്ട പരിപാടിയാണ്. ഇവിടെ കോവയ്ക്ക കുറേ നട്ട് വെച്ചിട്ടുണ്ട്. കുറേ കോവയ്ക്ക ഉണ്ട് എൻ്റെ അകത്ത്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കണ്ട സാധനമാണ് കോവയ്ക്ക. നടന്ന് വന്നിട്ട് ഇതാ ഞാൻ ഏതോ പണയിലൊക്കെ എത്തി. അവിടെ നിന്നല്ലേ കേട്ട് വീണ്ടും ഞാൻ നേരത്തെ നിന്ന സ്ഥലത്ത് നിന്ന് സൗണ്ട് കേൾക്കുകയാണ്. ഇത് ഒന്നി ആരും എന്തോ സ്പീക്കർ എന്തെങ്കിലും വെച്ച് കണക്ട് ചെയ്തിട്ട് ആളെ പറ്റിക്കണമായിരിക്കും, ഇല്ലെങ്കിൽ മയില് പറ്റിക്കണമായിരിക്കും. അതാ കണ്ട് അങ്ങനെ നമ്മളിതാ മയിലിനെ കണ്ടിട്ടുണ്ട്. കിട്ടില്ല മയിൽ കേട്ടോ. ഇവിടെ എന്തെങ്കിലും റിസോർട്ടും കാര്യങ്ങളൊക്കെയാണെന്ന് തോന്നുന്നു. നടന്നു പോണു. എന്നെ ഒരു 1/2 മണിക്കൂറെങ്കിലും ഇട്ട് കറക്കി കാണും.
അതെ അതെ ഇപ്പം കാണാൻ പറ്റും. ഇതാ കണ്ട ഇറങ്ങി പോണു. ഇത്ര നേരെ ഇതിനെ നോക്കി നടന്നെന്നറിയാവോ? ഇതിനെ വാല് വെക്കാനുള്ള വല്ല വഴിയുണ്ടാന്ന് ചോദിച്ചു നോക്കിയായിരുന്നു. ഇതാ പോണു തിരിച്ച്. അതിൻ്റെ വാലിപ്പോൾ നല്ല വൃത്തി കാണാൻ പറ്റും. ഒരു മയിൽപ്പീലി. അത് പയ്യെ കയറി അങ്ങോട്ട് പോവുകയാണ്. എന്തായാലും കുഴപ്പമില്ല, നമ്മളെന്തെങ്കിലും മയിലിനെ കണ്ട്. ഓക്കെ, ടാറ്റ ബൈ ബൈ മയിൽ. ഈ മയിലിനെ തിരക്കിയിട്ട് ഞാൻ വേറെ ഏതോ സ്ഥലത്തൊക്കെ എത്തി. എനിക്കാണെങ്കിൽ സ്ഥലം നേരെ അറിഞ്ഞും കൂടാ. ഗൈസ്, അതുകൊണ്ട് ഇവിടെ എന്തോ ഒരു റിസോർട്ട് പോലെ എന്തോ ഒരു സംഭവമാണ്. അമ്പലം എന്തുകൊണ്ടേ അവിടെയായിരുന്നു. അതുകൊണ്ട് അമ്പലം നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ ഇറങ്ങി അങ്ങ് പോയിട്ടാണ് പിന്നെ കാട്ടിൽ കൂടി ഇങ്ങനെ കയറി ഇതിൻ്റെ പിറകെ എത്തിയിട്ട് അവിടെ ചെന്നിട്ടാണ് മയിലിനെ കണ്ടത്. മയിൽ ഇസ് ടു നോട്ടിയേ ഗൈസ്. ഈ റോഡിൽ വന്നിട്ട് ഇങ്ങനെ പോകുമ്പോഴാണ് നമ്മൾ പാറയിലെത്തണത്. നമ്മൾ തിരക്കി കിടന്ന ആ കുളം ഇതാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഒരു കൊച്ചെറുക്കൻ്റെ അടുത്ത് ചോദിച്ച് പോകുമ്പോൾ ഒരു 10 കുളം ഇവിടെ ഉണ്ടെന്നാണ്. എന്തായാലും നമ്മൾ 2 എണ്ണം കണ്ടു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇതാണ്ട് ആ പാറക്കുളത്തിൻ്റെ വ്യൂ നമുക്ക് ഇവിടെ നിന്ന് കുറച്ചും കൂടെ കാണാൻ വേണ്ടി പറ്റും. വീണ്ടും വണ്ടി ഓടിച്ച് വന്ന വഴിയിൽ വീണ്ടും ഒരു പാറക്കുളം കണ്ടിട്ടുണ്ട്. അവിടെ വെള്ളമൊക്കെയാണ് നേരത്തെ പോലെ തന്നെ. സൈഡിൽ പാറയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എന്തായാലും ഇവിടെ ഇങ്ങനെയൊക്കെ തന്നെ, ഇത്രയൊക്കെ തന്നെ ഇവിടെ കാണാനുള്ള വ്യൂസ്. അവിടെ ഒരു കുടിൽ പോലെ എന്തൊക്കെയുണ്ട്. അവിടെ നിന്ന് കറങ്ങി അവിടെ പോയി നിൽക്കുകയാണെങ്കിൽ പാറക്കുളത്തിന് നല്ലൊരു വ്യൂ കാണാൻ വേണ്ടി പറ്റും. വീണ്ടും പുതിയൊരു സ്പോട്ട് അൺലോക്ക് ചെയ്തിട്ടുണ്ട്. അടുത്തൊരു വ്ലോഗിൽ അടുത്തൊരു സ്പോട്ടുമായിട്ട് കാണാം. ഓക്കെ, ബൈ. വേണ്ടി പോയിണ്ട ഭയങ്കര ധൈര്യമാണ്. അത് ഓടി അത് പോയി കളഞ്ഞു. എന്തായാലും ഇനി മയിലിൻ്റെ പുറകെ പോകണ്ട, വീട്ടിൽ പോകാം.